ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഡേയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടിയുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. വെച്ചാൽ നമുക്ക് ഓണത്തിനൊക്കെ വേണ്ടി നമ്മൾ പൂക്കളൊക്കെ ഷെയർ ചെയ്യലേ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ ഇപ്പോഴൊക്കെ നട്ടു വെച്ചാൽ നമുക്ക് അന്നേരത്തേക്കുള്ള പൂക്കളൊക്കെ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകട്ടെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടികളുടെ ഇതിനെപ്പറ്റിയൊക്കെയുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ബന്ദിപ്പൂ ഒക്കെ ഇല്ലേ, ബന്ദിപ്പൂ അത് കൂടുതലും ഞാനിവിടെ നട്ടുപിടിപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത്. നമ്മുടെ ഓണത്തിന് വേണ്ടിയുള്ള മിക്കവരും ഇപ്പോൾ കാണിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഓണം ആയി കഴിയുമ്പോഴത്തേക്ക് കടയിലോട്ട് പോയി പൂ മേടിക്കുക, അതുകൊണ്ട് നടക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എൻ്റെ രസം തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ കടയിൽ പോയി വില കൊടുത്ത് മേടിച്ച്, പ്രത്യേകിച്ച് ഞാൻ പിശിക്കുക ഇവരൊക്കെ പറയും കേട്ടോ. എനിക്കിങ്ങനെ ഈ കടയിലൊന്നും പൈസയൊന്നും കൊടുത്ത് പൂ മേടിക്കുന്നൊന്നും ഇഷ്ടമല്ലെന്നേ. നമ്മൾ കഴിവതും വീട്ടിലുള്ള പൂക്കൾ, പിന്നെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ നമ്മൾ അത്യാവശ്യം പൂക്കളൊക്കെ പറിച്ച് നമ്മളൊന്ന് അത്തപ്പൂ ഇടുക. അങ്ങനെയാണ് ഞാനിവിടെ പിള്ളേരെ ഈ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ അത്തപ്പൂ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ പൂ മേടിക്കത്തേ ഇല്ല. ചിലപ്പോൾ ചേട്ടൻ പറയും പൂ വേണേൽ മേടിച്ചെടുത്തിട്ട്, ഞാൻ പറയും മേടിക്കേണ്ട, നമ്മൾ ഇങ്ങനെ പൂക്കൾ ഇടുമ്പോഴാണ് അതിനൊരു സന്തോഷം എന്ന് പറയും. നമ്മൾ പല സൈസ് കളർ പൂക്കൾ, നമ്മുടെ നാടൻ പൂക്കളൊക്കെ പറിച്ച് നമ്മൾ ആ പൂക്കളൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയല്ലേ. കുറച്ച് തുളസി ഇലയും, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഏറ്റവും പ്രധാനം അതാണ്, നമ്മുടെ ഒരു താറാവിൻ്റെ വിളിക്കുന്നയോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതാണ് തുമ്പപ്പൂ. അത് തന്നെ തുമ്പപ്പൂ. അതുമൊക്കെ ഇട്ട് നമ്മളൊന്ന് അത്തപ്പൂ ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയല്ലേ കണ്ടിട്ട്. അത്തപ്പൂ ഇടുന്നതിനകത്ത് അതൊക്കെ വേണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ഒരു താമരപ്പൂ മേടിക്കും, കുറേ ബന്ദിപ്പൂ മേടിക്കും പല കളറിൽ, അതെല്ലാം കൂടെ ചുറ്റിനിട്ട് അങ്ങനെയൊക്കെ. ഞാനിവിടെ കണ്ണാടി ചെടിയുടെ ഇല എടുക്കാറുണ്ട്. അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാ പ്രാവശ്യം ഞാൻ എനിക്ക് ചെടിയൊക്കെ നട്ടു വെക്കും. അത്യാവശ്യം 1-2 ചെടികളൊക്കെ സെറ്റായി കിട്ടത്തുള്ളൂ. ഈ പ്രാവശ്യം ഞാൻ കുറേ ചെടിയുടെ അരികളൊക്കെ കൊണ്ടുവന്നിട്ട് പായി കിളിപ്പിച്ച് കുറേ തൈകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കിളുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്ന് ഈ മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങാറായപ്പോഴാണ് അത് ഞാൻ പാകി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മുന്നേ നിന്ന് 2 ചെടി ഇപ്പോൾ പൂത്തതായിട്ട് നിൽപ്പുണ്ട്. ബാക്കി തൈകളൊക്കെ കിളുത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണം, എനിക്കൊന്ന് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഓണം തോന്നുന്നു, സെപ്റ്റംബർ ആദ്യമാണെന്ന് തോന്നണം. അന്നത്തേക്കുള്ള പൂക്കളൊക്കെ നമുക്ക് സെറ്റാകും. അപ്പോൾ അതിനുള്ള പൂക്കളൊക്കെ ഒരു കൊച്ചു ചെടിച്ചട്ടിയിലോ നമ്മളിപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്താണെങ്കിലും നമുക്ക് നട്ടു വെക്കാൻ പറ്റും കേട്ടോ. കാര്യം ഇപ്പോൾ എല്ലാ വീട്ടിലും ലോക്കട്ടയൊക്കെ ആയിട്ട് മുറ്റത്തൊന്നും അങ്ങനെ ചെടികളൊന്നും നടാനുള്ള സൗകര്യങ്ങൾ കൂടുതലും ഇല്ല. അല്ല പിന്നെ നാട്ടിൻപുറത്തോട്ടൊക്കെ പോകണം, മുറ്റമൊക്കെ അങ്ങനെയൊക്കെ. എന്നാലും നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ അങ്ങ് പുരോഗമനമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിൽ ഒരു ഇച്ചിരി ഇതിനകത്ത് നട്ടാലും ചിരട്ടയ്ക്കകത്ത് വെച്ചാലും മതി, നമുക്ക് നല്ലതായിട്ട് ചെടി നമുക്ക് കിട്ടും. പൂക്കൾ നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കാൻ പറ്റും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ചകിരിച്ചോറ് മേടിക്കാന്നുണ്ടെങ്കിൽ ചകിരിച്ചോറിനൊന്നും വലിയ വിലയൊന്നുമില്ല, കുറേ കിട്ടും. അതും അതിൻ്റെ കൂടെ കുറച്ച് ജൈവവളവും കൂടെ ചേർത്ത് മാത്രം നട്ടാൽ മതി. മണ്ണ് പോലും വേണമെന്നില്ല ഇപ്പോൾ ചെടിയൊക്കെ നടുന്നതിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ നട്ടു വെക്കുന്നത് കുറച്ച് മണലും ചകിരിച്ചോറും, മണ്ണ് ഒരുപാട് എടുക്കുന്നില്ല കേട്ടോ, മണ്ണ് ഒരു ഇച്ചിരി എടുക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് നട്ടു വെക്കുന്നത്. അപ്പം കുറച്ച് ചെടിച്ചട്ടിയിലേക്ക് അത് മാറ്റി വെക്കണം. വെച്ചാൽ മഴ ആയതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ ഈ അല്ലാതെ എവിടെയെങ്കിലൊക്കെ നട്ട് കഴിഞ്ഞാൽ മഴ അങ്ങോട്ട് അടാപിടി മഴയാകുമ്പോഴത്തേക്ക് ഈ പൂക്കളൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെടിച്ചട്ടിക്കകത്ത് നട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്നോട് അങ്ങനെ നടുന്നതിൻ്റെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു മാവ് ഏത് തന്നെ വന്ന് ചോദിച്ചായിരുന്നേ. മാവ് അത് ഏത് തന്നെ വന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനൊന്നും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഒരു കാട്ടുമാക്ക അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു നേഴ്സറി കയറി. അടൂരുള്ള ഒരു നേഴ്സറി, വലിയ നേഴ്സറിയാണ് കേട്ടോ. ഈ എല്ലാത്തിൻ്റെയും ഉണ്ട്, പച്ചക്കറികളും ചെടികളും എല്ലാം ഉണ്ട്, അതുപോലെ മാവും എല്ലാം ഉണ്ട്, പ്ലാവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ നല്ല സൈസ് തൈകളാണ് കിട്ടുന്നത്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. കാര്യം പച്ചക്കറിയുടെ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഈ മാവ് കൊണ്ടുവന്നപ്പോൾ ഇത് 2 മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മാങ്ങയുള്ള മാവ് നോക്കി മേടിച്ചത്. കുഞ്ഞു മാവായിരുന്നു കേട്ടോ. പിറ്റേ പ്രാവശ്യം മുതൽ അതുപോലെ തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കായ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് പൂത്ത് കായൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇത് ആ ഒരു മാങ്ങ തീരാറാകുമ്പോഴത്തേക്ക് അടുത്തത് പൂക്കാൻ തുടങ്ങും. പൂത്തേച്ച് അതിൽ മാങ്ങ ഉണ്ടാകും. പിന്നെ അത് ഒന്നും കൂടെ ചില സമയങ്ങളിൽ, ചില പ്രാവശ്യങ്ങളിൽ ഒന്നും കൂടെ അത് പൂക്കാറുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ പൂത്തിട്ടുണ്ട്, ഒന്നും കൂടെ പൂത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെയാണ് ഈ മാവ്. ഏത് എന്നെ വന്നൊന്നും എനിക്കറിയത്തില്ല, എന്നെ അല്ല, പക്ഷേ പറമ്പിലെങ്ങനെ നട്ടാൽ മതിയായിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം ഹരിതകർമ്മയുടെ ചേച്ചിമാർ വന്നപ്പോൾ പറഞ്ഞ് ഇത് ഒന്നും കൂടെ വലിയ മാങ്ങ കിട്ടിയായിരുന്നേ, വേര് നല്ലപോലെ പോകാഞ്ഞിട്ടാന്നോ അതൊക്കെ ചേച്ചിമാർ പറയുന്നത് കേട്ട്. എന്നാൽ ലോക്കോട്ടയൊക്കെ ഇപ്പോൾ പൊങ്ങി തുടങ്ങി വേരിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ബഡ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വേരൊക്കെ നല്ലപോലെ പോകുന്നതിൻ്റെ. നമ്മൾ ബഡ് എന്നും പറഞ്ഞിട്ട് മുറ്റത്തോട് കൊണ്ടുപോയി നട്ടു വെക്കും, പക്ഷേ ഇതിൻ്റെ വേരൊക്കെ നല്ല ഇതായിട്ടങ്ങ് പോകും.
അപ്പം ഇവിടെ ഞങ്ങളുടെ മിറ്റം എന്ന് പറഞ്ഞാൽ മണ്ണല്ല കേട്ടോ, ചീങ്ക എന്ന് പറയും. ചീങ്ക ഈ വെട്ടുകല്ലിൻ്റെയൊക്കെ സൈസ് മണ്ണില്ലേ, അങ്ങനത്തെ മണ്ണാണ്. അതുകൊണ്ട് അതിലേക്ക് തെങ്ങ് നടാൻ നല്ലതാണ്, തെങ്ങിൻ്റെ വേര് നല്ലതായിട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ ഈ മാവും പ്ലാവും അങ്ങനെയൊക്കെ നടുമ്പോണ്ടല്ലോ ഇതിൻ്റെ വേര് പോകത്തില്ല, താഴോട്ട് മണ്ണിൻ്റെ അടിയിലോട്ട് ഇറങ്ങത്തില്ല. ഇവിടെ മണ്ണ് എടുത്തതായതുകൊണ്ടാണ് ചീങ്ക ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പം എന്നാണ് ഞങ്ങളന്നത് കുഴിച്ചവിടെ നട്ടു വെച്ചു. ഇനി അത് കട്ടിലൊക്കെ ഇങ്ങനെ ലോക്കട്ടൊക്കെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഓണത്തിനേക്ക് വേണ്ടിയുള്ള ഒരുപാട് പൂക്കളൊന്നും ഇല്ല കേട്ടോ, വളരെ തുച്ഛമായിട്ടുള്ള. ഞാനിപ്പോൾ ബന്ദിയാണ്, പിന്നെ എൻ്റെ കയ്യിൽ ഒരു സ്ഥലം അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഒരു വയലറ്റ് കളർ കുഞ്ഞ് ഇതായിട്ടുള്ള, അധികം കാണിച്ചു തരാം. അത്തിരി ചെടി ഒക്കെ ഉണ്ട്, അതുമൊക്കെ അതിൻ്റെ തൈകളൊക്കെ അവിടെ ഉണ്ട്. ഒന്നാമത് ഈ പന്നം പറഞ്ഞ മഴ കാരണം ഒരു പരിപാടി നടക്കുകയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം മുറ്റത്തോട്ട് ഇറങ്ങിച്ച് പിന്നെയും തിരിച്ച് കയറിയത്. ഞാൻ വെയിൽ കണ്ടുകൊണ്ട് ഇറങ്ങും, ഞാൻ ചെടികളുടെ തൊടുമ്പോഴത്തേക്ക് പന്നം പറഞ്ഞ മഴ എവിടുന്നേലൊക്കെ വരും. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് മഴ ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ചെടികളിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇനി ഒരു കാര്യമാണ് പറഞ്ഞാൽ, ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ശംഖുപുഷ്പം നടുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ശംഖുപുഷ്പം വടക്ക് വശത്താണ് നടന്നത്, ഞാൻ തെക്കെന്ന് പറഞ്ഞു പോയി, സോറി. അതൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു ഓർപ്പിച്ചായിരുന്നു, താങ്ക് യു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ ശ്രദ്ധയോടെ കാണുന്നതുകൊണ്ടാണല്ലോ ആ ഒരു വാക്ക് തെറ്റിയപ്പം മനസ്സിലായത്. വേറെ ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല കേട്ടോ, ഒറ്റ ഒരാൾ മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. അത് ഏത് സ്ഥലത്താണ് നടേണ്ടതെന്ന് ശരിക്കും ഒന്ന് പറ എന്നാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓടിച്ചോടിച്ച് വിട്ടാൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ ആരും ചോദിച്ചില്ല അതിനകത്ത് ആ ഒരു തെറ്റ് പറ്റിയത്. അപ്പം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം, നമ്മൾ അതിനകത്തൊരു തെറ്റ് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത്, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ നമ്മുടെ മൈൻഡ് ഒന്ന് മാറിപ്പോയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്നേലൊന്ന് വിട്ടുപോകും, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാം. അടുത്ത മഴയുടെയൊക്കെ ലക്ഷണങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്കൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയല്ലോ ഒന്ന് ശരിയാക്കി വെച്ച് കയറി വരാം കേട്ടോ. ഈ സൈസ് ചെടിയാണേ, ഇതിപ്പം ഒരുവിധം വലുതായതാണ്. ഇതുണ്ടോ, ഇത്രയായതാണ്, ഇതിൻ്റെ വേര് നിൽക്കുന്നുണ്ടോ. അതൊരു ചട്ടിയിലോട്ട് മാറ്റി സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെയും തൈയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നോക്കട്ടെ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടെ നട്ടു വെക്കണമെന്നുണ്ട്. ഇത് കണ്ടോ, എൻ്റെ ശംഖുപുഷ്പം കണ്ടോ, ഇവിടെ നട്ടിരുന്നായിരുന്നേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വടക്ക് വശമാണേ. അവിടുത്തെ കപ്പ വീണ് അത് മുഴുവനും പോയി. ഇതുകൊണ്ട് ഇതേലെ വിത്ത് കണ്ടോ, ഇതാണ് ഇതേലെ വിത്ത്, കണ്ടു കാണുമായിരിക്കും. ഇതുണ്ടോ പൂവ്, ഇതിപ്പോൾ ഇങ്ങനെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പൂവ് ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇതുണ്ടോ ആ കമ്പുണ്ട്, പക്ഷേ ഞാൻ അതിന് മുന്നേ ഇവിടെ വേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തെ കാടൊക്കെ ഒന്ന് പറിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കണം. ഇത് നടാൻ വേണ്ടി ഞാനിപ്പം മണ്ണെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം. ഇതിപ്പം മണ്ണുണ്ട്, മണലുണ്ട്, പിന്നെ ചാണകപ്പൊടിയുണ്ട്, പിന്നെ ഇത് ചകിരിച്ചോറുണ്ട്, പിന്നെ ഒരു ശകല ജൈവവളം ചകിരിച്ചോറിനകത്ത് ചേർത്തേക്കുന്നതാണേ. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, നമ്മൾ മണ്ണ് തന്നെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ചൂടങ്ങ് ഉറഞ്ഞു പോകും. പിന്നെ ഇതിനകത്ത് മണ്ണ് ചേർത്തേക്കുന്ന പറഞ്ഞാൽ മണ്ണും കരിയിലയും കൂടെ ഇട്ട് ഉണങ്ങിയതാണ് ചേർത്തേക്കുന്നത്. അതൊരു ചെടിച്ചട്ടിക്കകത്തോട്ടാണെങ്കിൽ നമ്മളിങ്ങനെ കരിയിലയും മണ്ണും കൂടി ഇട്ട് വെച്ചാൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് നല്ലപോലെ പൊടിഞ്ഞ് അതിനകത്തോട്ടങ്ങ് ചെയ്തു. മണ്ണില്ലാതെ വെച്ചാലും കരിയില പൊടിയും. പണ്ട് മണ്ണ് ഒരുപാട് ഇതുണ്ട്, അതുകൊണ്ട് ഇതിനകത്തൊരു വേരിറങ്ങാൻ എളുപ്പമാണ് ചെടിക്ക്. അപ്പോൾ ഇത്രയും മണ്ണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നടാനായിട്ടാണേ. ഇതിലിപ്പോൾ കുറച്ച് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ചെടി പറിച്ച് വെച്ചതിന് ശേഷം വേണം നടാൻ, മണ്ണിട്ട് കൊടുക്കാൻ ബാക്കി. ഇതിപ്പോൾ എടുത്തപ്പോൾ മണ്ണോട് കൂടി തന്നെ ഇങ്ങി പോകുന്നു കേട്ടോ. ചോട്ടി നല്ലപോലെ മണ്ണുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് നല്ല വലിയ പൂവാകുന്നതാണേ. ഇതിപ്പോൾ ഇത്രയും മണ്ണൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതിനകത്ത് ഒരു കമ്പ് കുത്തി കൊടുത്താൽ നല്ലതാണ്, അല്ലെങ്കിൽ ചിലപ്പം കാറ്റൊക്കെ വരുമ്പോൾ ഇതായിപ്പോയി. എന്നാലിപ്പോൾ ഞാൻ വെയിലത്തോട്ട് വെക്കുന്നില്ല, തണലിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ നട്ടതല്ലേ ഉള്ളൂ, ഇനി അവിടെ ഇനി നിപ്പുണ്ട്, അതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇതിൽ ഇനി അവിടെ ഇവിടെയൊക്കെ മാങ്ങ കിടപ്പുണ്ട്, ഇതൊക്കെ വിളയാനുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഇനിയും കിടപ്പുണ്ട്. വേണ്ട ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പൂ കാണിച്ചു തരാവേ. കാണിച്ചു തരാം. ഇതുണ്ടോ, വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, വീണ്ടും അടുത്ത് പൂവിട്ട് വരുവാണ്. ഇവിടെയൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചോട്ട് കണ്ടോ, ഇങ്ങനെ 2 കവട്ട പോലെ ഉണ്ടായിരുന്നേ, ഏറ്റവും ചോട്ടി കിടന്ന്.
അതാണ് മണ്ണിനടിയിലായാലും നമ്മൾ മാങ്ങ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ ലോക്കട്ടയൊക്കെ കണ്ടോ, എല്ലാം വീണ്ട് പൊങ്ങി തുടങ്ങി. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ? കണ്ടോ, മാവിൻ്റെ വേര് ഇതാകുന്നതിൻ്റെ. ഇന്നും നമുക്കൊരു ആമ്പൽപ്പൂ ഉണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മാങ്ങയുണ്ടേ. ഒരു മാങ്ങ പറിക്കാം, മാങ്ങാക്കറി വെക്കാം. എനിക്ക് മാങ്ങയുടെ കറയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി മണം. കണ്ടോ, ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി ചെടിയൊക്കെ നട്ടതേ ഉള്ളൂ, അത്ര സമയമതേ ഉള്ളൂ. അടുത്തത് ഇരുണ്ട് മൂടി വരുന്നുണ്ട്. നല്ല മഴക്കാറാണ് വരുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് ഈ വെള്ളച്ചെത്തി. ഇത് കണ്ടോ, നല്ല മണം ഇതിന്. എനിക്ക് മഴ പെയ്തേക്കുന്നുണ്ട്, പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ നിൽക്കും. മഴ പെയ്യുമ്പോൾ എല്ലാ പൂക്കളും അങ്ങ് പോവും. നല്ല മണമുണ്ട്. എൻ്റെ മേളിലൊക്കെ ഇഷ്ടം പോലെ വിരിഞ്ഞ് വരുന്നു. അയ്യോ, ഭയങ്കര മഴ വരുന്നു കേട്ടോ, ഉണ്ടോ? മഴയൊക്കെ പെയ്തു തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പതിയെ അകത്തോട്ട് കയറി കേട്ടോ. ഇനിയിപ്പോൾ വെളിയിൽ നിന്നാലും പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അടുക്കളയിലോട്ട് ഇനി ജോലിക്ക് ഇറങ്ങി വെച്ച്. അപ്പം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്താണെങ്കിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ നട്ടു വെക്കാം കേട്ടോ. ഇങ്ങനത്തെ നല്ല നമുക്ക് ഒരുപാട് ചെടികളൊക്കെ നട്ടു വെക്കാൻ പറ്റും. ചെടിച്ചട്ടി തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ചെറിയൊരു ചിരട്ടയ്ക്കകത്താണെങ്കിലും ഞാൻ ചെടി നട്ടു വെക്കാറുണ്ട് കേട്ടോ. ചെറിയ ചെടികളൊക്കെ ചിരട്ടയ്ക്കകത്ത് വരെ നട്ടു വെക്കാറുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്കിനിയിപ്പോൾ ഒത്തിരി തൈകളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും നമുക്ക് ഓണത്തിന് നമ്മുടെ വീട്ടിൽ അത്തപ്പൂ ഇടാണ്ടുള്ള പൂക്കളൊക്കെ കിട്ടും. കടയിൽ നിന്ന് മേടിക്കത്തില്ല, ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര വിലയാണ് കടയിൽ നിന്ന് പൂ മേടിക്കുന്നതിന്. അപ്പം നമ്മൾ കുറേ 2-3 മൂട് നട്ടു വെച്ചാൽ ഇതിപ്പോൾ ഇഷ്ടം പോലെ പൂക്കൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ ഈ ചെടി ഇത് തന്നെ വേണമെന്നില്ല, ഉമ്മ മുറ്റത്തോട്ട് ഇട്ട് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന പൂക്കളാണ് ഇതൊക്കെ. ഇപ്പം എല്ലാവരും ഓണം ആകുമ്പോഴത്തേക്ക് കടയിലോട്ട് വിടുക പൂക്കൾ മേടിക്കാനായിട്ട്. ഇന്ന് വരെ ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ചുറ്റുവട്ടത്ത് നിന്നൊക്കെ പിള്ളേർ പറിച്ചെടുക്കുന്ന പൂക്കളൊക്കെ ഇട്ടാണ് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത് നല്ല ഭംഗിക്കിടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.